ഹലോ കൈസ് സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും ആ ഒരു വിവാഹ വാർഷിക ദിവസം അടിച്ചു പൊളിക്കാൻ ഒരുങ്ങുകയാണ്. ആരൊക്കെ? നമ്മുടെ ഗിരീഷും രജനിയും അവര് വരുന്നുണ്ട്, നമ്മുടെ ഗൗരി വരുന്നുണ്ട്, ഭാർഗവി, എല്ലാവരും കൂടെ തകർത്ത് പ്ലാൻ ചെയ്യുവാട്ടോ. സർപ്രൈസ് ആയിട്ട് ഇവര് നമ്മുടെ നന്ദനും ദേവികയും ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഒരു സർപ്രൈസ് പാർട്ടിയാണ് അവിടെ നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും കൂടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ പ്രഭാവതി നമ്മുടെ ദേവികയുടെ വീട്ടുകാരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ആരോടും പറയണ്ട, ദേവികേനോടും പറയരുത്, നമ്മൾക്കിത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം, ചെറിയ രീതിയിൽ മതി എന്നാലും അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ പറയാട്ടോ. അപ്പൊ അവരും നമ്മുടെ ദേവികയുടെ അമ്മയും അനിയത്തിയും അവരും ഭയങ്കര ഹാപ്പി. ലാസ്റ്റ് നമ്മുടെ ചന്ദ്രമതിയെ നമ്മുടെ പ്രഭാവതി ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി ത്യാഗരാജനോട് പറയുന്നുണ്ട്, എടാ എടാ മോനെ, അവരുടെ വിവാഹ വാർഷിക ദിവസമാണ് ഇന്ന്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം, അപ്പൊ അവർക്കൊരു വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് നീ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയുകയാണ്. അപ്പൊ ത്യാഗരാജൻ, ആ ശരി, ഞാൻ ഏറ്റു ചേച്ചി, ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കുന്നേ എന്നും പറഞ്ഞിട്ട് ഒരു ബോംബ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ബോംബിന്റെ ആ ഒരു വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ത്യാഗരാജൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ നന്ദനും ദേവികയ്ക്കും വേണ്ടി നമ്മുടെ ത്യാഗരാജൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് നമ്മുടെ ത്യാഗരാജന്റെ സംസാരത്തിൽ. ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് എന്തോ പന്തികേടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.